നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതം ഇതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്? എന്താണ് എനിക്ക് വേണ്ടത്? എന്ത് ജോലിയാണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഞാനിപ്പോൾ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടോ? നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഞാൻ ഹിപ്നോതെറാപ്പിസ്റ്റാണ്, ട്രെയിനറാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതേ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളുമായിട്ട് നേരിട്ട് സംസാരിച്ചതിൽ നിന്ന്, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ജീവിതങ്ങളെ അടുത്തറിയാൻ സാധിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. നമ്മളെല്ലാവരും എത്ര വലിയ കോടീശ്വരനായാലും ജീവിതത്തിൽ പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ആ 4 ഘട്ടങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നും ഇനി അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ വീഡിയോ അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് കൺഫ്യൂഷൻ. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഈ സ്റ്റേജിലാണ് പലപ്പോഴും നിൽക്കുന്നത്. ചിലപ്പോൾ ഇപ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ കരിയറിൻ്റെയൊക്കെ ആദ്യത്തെ നാളുകളിൽ എന്താണ് പഠിക്കേണ്ടത്, എന്ത് ജോലി ചെയ്യണം, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്, ഇതിലൊന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇത് വാസ്തവത്തിൽ ഭയങ്കര സ്ട്രെസ് തരുന്ന ഒരവസ്ഥയാണ്. നമ്മളിവിടെ മറ്റുള്ളവരെ കണ്ടിട്ട് അവരുമായിട്ട് നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അയാൾക്ക് നല്ല ജോലി കിട്ടിയല്ലോ, അവൾ സ്വന്തമായിട്ട് കാറ് വാങ്ങിയല്ലോ, ഞാൻ മാത്രം എവിടെയും എത്തിയില്ലല്ലോ. ഈ വിധത്തിലൊക്കെയുള്ള ചിന്തകൾ നമ്മളെ അലട്ടും, ഇല്ലേ? നമുക്ക് ഒരുപാട് ചോയ്സുകളുണ്ട്, പക്ഷേ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നറിയില്ല. കൺഫ്യൂഷൻ. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരാജയമല്ല. നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലേക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് ഇത്. ഞാൻ എൻ്റെ 20 വയസ്സുകളിലൊക്കെ ആയിരുന്ന സമയത്ത് വളരെ വലിയ കൺഫ്യൂഷൻ സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക എന്നുള്ളതാണ്. ഇവിടെ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ട് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാതെ നിങ്ങൾ സ്വയം തന്നെ, സ്വന്തമായിട്ട് തന്നെ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങണം. ഈ സമയത്ത് നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നിങ്ങൾ കാണുന്ന വ്യക്തികൾ ഒക്കെ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നതിൽ ഗണ്യമായിട്ടുള്ള പങ്ക് വഹിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിലെ കൺഫ്യൂഷനുകളെല്ലാം മെല്ലെ മാറി വരുമ്പോൾ നമ്മൾ എത്തുന്നത് 2ാമത്തെ സ്റ്റേജിലാണ്. ഈ 2ാമത്തെ സ്റ്റേജിനെ നമുക്ക് ക്ലാരിറ്റി എന്ന് പറയാം. ഈ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാം അറിയാം എന്നൊന്നുമല്ല അർത്ഥം. മറിച്ച് നിങ്ങളുടെ ലക്ഷ്യം ശരിക്കും എന്താണ് എന്നും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്നും നിങ്ങൾക്കിവിടെ ഒരു ഏകദേശ ധാരണ കിട്ടും. ഇവിടെ നിങ്ങളെ നോ പറയാൻ പഠിക്കും. കാരണം അതിനുള്ള അനുഭവ സമ്പത്തൊക്കെ അപ്പുറത്ത് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങളുടെ സമയവും ഊർജവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളെടുത്ത്, സാഹചര്യങ്ങളെടുത്ത് കാര്യങ്ങളോട് നിങ്ങൾ നോ എന്ന് പറയാൻ പൂർണ്ണമായിട്ടും ഉള്ളൊരു പ്രാപ്തി നിങ്ങൾക്കിവിടെ കിട്ടും. കൺഫ്യൂഷൻ സ്റ്റേജിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാനായിരുന്നു ശ്രമിച്ചത് എങ്കിൽ ക്ലാരിറ്റി സ്റ്റേജിലെത്തുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് എന്താണ് ഏറ്റവും പ്രധാനം, ഇത് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് നല്ല ഒരു സമാധാനവും ഒരു ശാന്തതയും ഒക്കെ ലഭിക്കാൻ തുടങ്ങും. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ സാവധാനം നിലയ്ക്കും. പകരം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എങ്ങനെ എത്താം എന്ന് സ്വയം പ്ലാൻ ചെയ്യാൻ തുടങ്ങും. ക്ലാരിറ്റിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് എത്തുന്നതാണ് 3ാമത്തെ സ്റ്റേജ്. ഇതിനെ നമുക്ക് കോൺഫിഡൻസ്, അതായത് ആത്മവിശ്വാസം എന്ന് പറയാം. ഈ സ്റ്റേജിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക്
ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ അതിന് വേണ്ട സ്കില്ലുകൾ പഠിക്കാൻ, കഠിനാധ്വാനം ചെയ്യാനൊക്കെ ഈ കോൺഫിഡൻസ് സ്റ്റേജിൽ തുടങ്ങും. നിങ്ങൾ പുതിയ നല്ല ശീലങ്ങൾ, ഹാബിറ്റുകൾ ഉണ്ടാക്കിയെടുക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ, വ്യായാമം ചെയ്യാൻ, അതുപോലെ കൃത്യമായിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒക്കെ നിങ്ങളിവിടെ തുടങ്ങും. അതായത് നിങ്ങളുടെ ജീവിതം ഒരു ചിട്ടയും അടുക്കുമൊക്കെ ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് മാറും. ഈ സാഹചര്യത്തിൽ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ്സ് പറഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കില്ല. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും ഇടയിൽ ഒരു വലിയ മതിൽ നിങ്ങൾ തന്നെ പണിതിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ, അതായത് ഉപബോധ മനസ്സിൻ്റെ ശക്തി ശരിക്കും ഉപയോഗിക്കേണ്ടത്. എൻ്റെ പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നുള്ള പുസ്തകത്തിൽ ഞാൻ വിശദീകരിക്കുന്നത് ഈ കോൺഫിഡൻസ് എങ്ങനെ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഉറപ്പിക്കാം എന്നാണ്. നിങ്ങൾ നിരന്തരം സ്വയം കൊടുക്കുന്ന പോസിറ്റീവ് നിർദ്ദേശങ്ങൾ, അതായത് ഓട്ടോ സജഷൻസ് നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് സ്റ്റേജിൽ വളരെ വേഗത്തിൽ വിജയങ്ങൾ കീഴടക്കാൻ വേണ്ടി സഹായിക്കും. അതിലൂടെ ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഇനി ഏറ്റവും അവസാനത്തെ, ഏറ്റവും മനോഹരമായിട്ടുള്ള ആ 4ാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാം. ഇതിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി, ക്ലാരിറ്റി കിട്ടി, കോൺഫിഡൻസോടുകൂടി വിജയത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ശക്തമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്: ഇനി എന്ത്? അവിടെയാണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സമയം ഇതൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഈ സാഹചര്യത്തിൽ ആളുകൾ നിങ്ങളെ തേടിയെത്തും, നിങ്ങളോട് ഉപദേശങ്ങൾ ചോദിക്കും, നിങ്ങൾ അവർക്കൊരു വഴികാട്ടിയായിട്ട് മാറും. നിങ്ങൾ അവിടെ ഒരു ലെഗസി ഉണ്ടാക്കിയെടുക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതും ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നതും എല്ലാം ഈ ഒരു കോൺട്രിബ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ടാണ്. മറ്റുള്ളവരെ വളരാൻ സഹായിക്കുന്നതിലൂടെയൊക്കെ കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ട്, ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അത് ശരിക്കും അനുഭവിച്ചറിയുക തന്നെ വേണം. അപ്പോൾ നമ്മൾ ഈ 4 സ്റ്റേജുകൾ കണ്ടു: കൺഫ്യൂഷൻ, ക്ലാരിറ്റി, കോൺഫിഡൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ നിങ്ങൾ ഇതേത് സ്റ്റേജിലാണ് എന്നുള്ളത് സ്വയം ഒന്ന് ചോദിക്കുക. ഒരുപക്ഷെ നിങ്ങൾ കൺഫ്യൂഷൻ സ്റ്റേജിലാണ് എങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ട, ആശങ്കകളൊന്നും വേണ്ട. അത് നിങ്ങളുടെ യാത്രയുടെ തുടക്കം മാത്രമാണ്. പക്ഷേ ഒരുപാട് നാളായിട്ടും ആ കൺഫ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല എങ്കിൽ, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ, ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒന്ന് തിരിച്ചറിയണം. ഈ വിധത്തിൽ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ സ്ട്രക്കായിട്ട് നിൽക്കുന്നവർക്ക് കൂടുതൽ വ്യക്തതയും ആത്മവിശ്വാസവും ഒക്കെ കൊടുത്ത് അവരെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി ആൽക്കമി 2.0 എന്നുള്ള ഒരു മെൻറ്ററിങ് പ്രോഗ്രാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റുന്ന ആൽക്കമി എന്ന് പറയുന്ന ആ വിദ്യ പോലെ നിങ്ങളുടെ ഉള്ളിലെ പരാജയഭീതിയെയും അതുപോലെ കൺഫ്യൂഷനുകളെയും ഒക്കെ മാറ്റി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹിപ്നോതെറാപ്പിയിലൂടെയും സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിലൂടെയും ഒക്കെ നിങ്ങളെ പൂർണ്ണമായ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു യാത്രയാണ് ആൽക്കമി 2.0 എന്നുള്ള ഓൺലൈൻ ട്രെയിനിങ്. ജീവിതത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വേണ്ടി ഇവിടെ കാണുന്ന 8086089337 എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ 7736298611 എന്നുള്ള നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ഒരു ഉൾക്കാഴ്ച നൽകി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.
നിങ്ങളുടെ നല്ലൊരു സുഹൃത്തിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.